നമുക്ക് പ്രവർത്തകരോട് ചോദിക്കാം എത്രമാത്രം അവർക്ക് ആത്മവിശ്വാസം തല്ലുന്നതാണ് ഈ തീരുമാനമെന്ന്. എത്രമാത്രം നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നുണ്ട്? തീർച്ചയായും വലിയ ആത്മവിശ്വാസമാണുള്ളത്. തീർച്ചയായും നിലമ്പൂർ നിയോജക മണ്ഡലം കേരളത്തിലെ ഇന്നത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിജയത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും. ആരായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം വന്നാൽ തീർച്ചയായിട്ടും അവരെ വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ തയ്യാറെടുത്തു വരികയാണ്. ആരുടെയും സമ്മർദ്ദത്തിന് നേതൃത്വം വഴിപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും AICCയുടെ പ്രഖ്യാപനം ഉടൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബൂത്തുകളിലും എല്ലാ ഇലക്ഷനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങ് ബൂത്തിലേക്ക് ഇറങ്ങിയാൽ മതി. അത്രത്തോളം സജീവമായിട്ട് UDFന്റെ പ്രവർത്തകർ ഈ ഒരു വിജയം 9 വർഷമായി ആദ്യത്തെ 3.5 പതിറ്റാണ്ട് ആര്യാടൻ സാറിന്റെ ഞാനില്ല പോണില്ല, ഞാനിവിടെ ഒരു മരിച്ച വീട്ടിലേക്ക് പോവാം. ഇല്ല ഒന്നും ആയിട്ടില്ലല്ലോ, ഒന്നും ആയിട്ടില്ല. അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് ഇല്ല അത് പിന്നെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല, പ്ലീസ്. ഞാനൊരു മരിച്ച വീട്ടിലേക്ക് പോകാം. മരിച്ച വീട്ടിൽ അറിയില്ല എനിക്കതിന്റെ. നിങ്ങളെത്ര വിവരം ഈ കാര്യത്തിൽ എനിക്കില്ല, അതാണ് വാസ്തവം. ദയവായിട്ട് ഇല്ല അല്ല, അതല്ല. ഈ സത്യത്തിൽ നിങ്ങളത്ര വിവരങ്ങൾ, ലേറ്റസ്റ്റ് വിവരങ്ങൾ എൻ്റെ അടുത്ത് ഇല്ല. അല്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് കാരണം നമുക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാലല്ലേ നമ്മൾ അറിയിക്കാൻ പറ്റുള്ളൂ. തീരുമാനം എടുത്താൽ നമ്മൾ അറിയിക്കും. അപ്പൊ ഞങ്ങളോട് പറയും. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ ഇത്. അല്ല, അതൊന്നും എനിക്കറിയില്ല. ദയവായിട്ട് അല്ല, അതൊന്നുമല്ല. ദയവായിട്ട് ഞാൻ പോയിട്ട് മനു, ഒരു മരണ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അറിയിപ്പ് വരട്ടെ, തീരുമാനം വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമുക്കറിയാം എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ്, എത്രമാത്രം ആശ്വാസത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അതായത് സന്ദേശം അദ്ദേഹത്തിന് നേതൃത്വം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് തന്നെയാണെന്ന സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാണ്. എന്നാണെങ്കിലും മറ്റുള്ളത് നടപടിക്രമങ്ങളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമെടുക്കും. അതിന്റെ ഒരു കാത്തിരിപ്പ്. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ, പ്രത്യേകിച്ച് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിച്ചേർന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇത്രയും കാലം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചുപിടിക്കാനുള്ള അവസരം. അതോടൊപ്പം ഒരു തരത്തിലും നേതൃത്വം സമ്മർദ്ദ രാഷ്ട്രതന്ത്രങ്ങൾക്ക് വഴിപ്പെടുന്നില്ല എന്ന വലിയ ഒരു സന്ദേശം കൂടി ഈ ഒരു ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ, തീരുമാനത്തിലൂടെ നേതൃത്വം വലിയ സന്ദേശം നൽകുന്നുവെന്നും പ്രവർത്തകർ ആത്മവിശ്വാസം പങ്കിടുന്നുണ്ട്. ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിൽ പോലും ഇനി ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോകുമായിരുന്നു. അതില്ലാതെ തന്നെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ, ആ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ നേതൃത്വത്തിന് സാധിച്ചു. അത് UDFന് ഈ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യവുമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ അതിനാടകീയമാവുകയാണ് അവസാന നിമിഷം കാര്യങ്ങൾ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയായ ശ്രീ മനോജ് കുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ് കുമാർ, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ഇനിയൊരു പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മറ്റ് പല സൂചനകളും വരുന്നു. അൻവർ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയേക്കും എന്നൊക്കെ. താങ്കൾക്ക് ഈ സമയത്ത് അറിവുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ എന്ന നിലയ്ക്ക് ശ്രീ PV അൻവർ UDFന്റെ ഭാഗമാകണം, തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തെ UDFന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്.
ആ കത്തിന്മേൽ നാളിതുവരെ ഒരു അഭിപ്രായവും നാളിതുവരെ UDF നേതാക്കൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിച്ച് ദുർഭരണം അവസാനിച്ച് ഒരു സംശുദ്ധ ഭരണം 2026 കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കത്ത് നൽകിയത്. ആ കത്തിന്മേൽ നാളിതുവരെ ഏതാണെങ്കിലും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ഏതാണെങ്കിലും ശ്രീ PV അൻവറിന്റെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം PV അൻവറിന്റെ രാജിയിലൂടെ ഉണ്ടായ ഒഴിവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ആ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യവും പ്രവർത്തനങ്ങളുമെല്ലാം UDFന് ഗുണകരമാക്കി മാറ്റുവാൻ അദ്ദേഹത്തെ കൂടെ മുന്നണിയുടെ ഭാഗമാക്കി എടുക്കേണ്ടതായുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ഥാനാർത്ഥി, അതായത് അദ്ദേഹം നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും അവിടെ ഒരു വലിയ വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതില്ല എങ്കിൽ അവിടുത്തെ മറ്റ് പ്രാദേശിക നേതാക്കൾ, അവിടെയുള്ള പൊതുപ്രവർത്തകരായ ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കും ശ്രീ PV അൻവർ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ശ്രീ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉണ്ടാകാൻ ഇടയുള്ളൂ. അത് ആരായിരുന്നാലും എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ മനോജ് കുമാർ, ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്ന് വെക്കൂ. ഇപ്പോൾ ഷൗക്കത്തിന്റെ പേര് ഏതാണ്ട് സ്ഥിരീകരിച്ചു, ഒരു 99% ആ കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് കൊണ്ട് ഷൗക്കത്ത് ഉൾപ്പെടെ അതിൽ പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും PV അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും നിലപാട്? നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, നിങ്ങളുടെ PV അൻവറിനെ പോലെ ഒരു നേതാവിന് അവിടെയുള്ള പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇതൊന്നും കണക്കിലെടുക്കാതെ ഒരു തീരുമാനമാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞങ്ങൾ ഈ പറയുന്നത് ഈ സന്ദർഭത്തിൽ വരെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ ശ്രീ PV അൻവറിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആയിരിക്കും UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായിട്ടും ആയാലും വരിക എന്നാണ് ഞങ്ങൾ കരുതുന്നത്. PV അൻവർ മത്സരിക്കുമോ? അങ്ങനെ എങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ആലോചിക്കും. അക്കാര്യത്തിൽ തീർച്ചയായും ഞങ്ങളുടെ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോവുക തന്നെ. അങ്ങനെയൊരു സാഹചര്യം വന്നാൽ, ഇതൊക്കെ ഇഫ് ആണ്, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മത്സരിക്കാൻ നിങ്ങൾ സജ്ജമാണോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാലോ. അല്ല, അത് 8 വർഷക്കാലം അവിടെ MLA ആയിരുന്ന ഒരു വ്യക്തിക്ക് അവിടെ മത്സരിക്കുന്നത് പ്രത്യേകിച്ച് സജ്ജമാകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ ഏതാണെങ്കിലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ചയിലേക്ക് കടക്കുന്ന സന്ദർഭത്തെ കുറിച്ച് ഇപ്പോൾ അതിനോട് പറയേണ്ട സമയവുമായിട്ടില്ല. അതുകൊണ്ടാണ് കാര്യത്തിൽ കടക്കാത്തത്. PV അൻവറിന്റെ ഈ വിഷയത്തിലുള്ള സമ്മർദ്ദം കണക്കിലെടുക്കേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ UDF എടുത്തിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം അൻവറുമായി നടത്തിയ ശേഷം ഞങ്ങളുടെ നിലപാട് പറയാം. ശരി, PV അൻവറുമായി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സംസാരം നടന്നിട്ടില്ല പാർട്ടി നേതൃത്വം എന്ന നിലയ്ക്ക്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരിക്കൽ കൂടി അല്പം മുൻപാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ മാധ്യമ വാർത്തകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ പറഞ്ഞല്ലോ, ഇത് അല്ല അതൊന്നും എനിക്കറിയില്ല. ദയവായിട്ട് അല്ല അതൊന്നുമല്ല, ദയവായിട്ട് ഞാൻ സംസാരങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. എന്താണെങ്കിലും മറ്റുള്ളത് നടപടിക്രമങ്ങളാണ്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ. നിലമ്പൂരിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങളെ കണക്കിലെടുക്കാതെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. ഷൗക്കത്തിന്റെ പേരിലേക്ക്, ഒരൊറ്റ പേരിലേക്ക് UDF എത്തിയിരിക്കുന്നു. നിലമ്പൂരിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള, നിലമ്പൂരിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും UDFും എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, മാസങ്ങളായുള്ള പല ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് ഷൗക്കത്ത് മതി എന്നൊരു തീരുമാനത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് നേതൃത്വവും UDFും എത്തിയിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. VS ജോയിയെ ഇക്കാര്യത്തിൽ
വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വലിയ ചൂട് പിടിച്ച് നടന്ന അതിന്റെ അവസാന സമയത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് ചർച്ചകൾ എത്തിച്ചേർന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും PV അൻവർ ആദ്യഘട്ടത്തിൽ തന്നെ VSJയുടെ പേര് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു എന്ന